വന്നു തുടങ്ങും എന്നുള്ളതാണ്. കേരളത്തിന്റെ ഫല സൂചനകൾ വന്നു കഴിഞ്ഞു. മഞ്ജുഷ്, കേരളത്തിന്റെ ഫലസൂചനകൾ നോക്കൂ. 15 മുതൽ 18 വരെ UDF, 15 മുതൽ 18 സീറ്റുകൾ വരെ 18 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ UDF-ന് ഇത്തവണ 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്ന്. LDF-നാകട്ടെ 2 മുതൽ 5 സീറ്റുകൾ വരെ LDF-ന് ലഭിക്കാമെന്നുള്ളതാണ് ന്യൂസ് 18 പോൾ ഫലം പുറത്ത്. ഒരു സീറ്റ് മാത്രം കിട്ടിയ LDF-ന് ഇത്തവണ 2 മുതൽ 5 വരെ, അതായത് ഏറ്റവും മോശം സാഹചര്യത്തിലും 2 സീറ്റുകൾ വരെ കിട്ടാം. പ്രകടനം മെച്ചമാണെങ്കിൽ 5 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം. BJP-ക്ക് NDA-ക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ന്യൂസ് 18 സർവേ ഫലം പ്രവചിക്കുന്നത്. 1 മുതൽ 3 സീറ്റുകൾ വരെ ഏറ്റവും മികച്ച സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ 3 സീറ്റുകളിലേക്ക് കടക്കാം NDA BJP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോളിൽ കേരളം ഇങ്ങനെയാണ്. UDF-ന് 15 മുതൽ 18 സീറ്റുകൾ വരെ തിളക്കമാർന്ന പ്രകടനം UDF-ന് കേരളത്തിൽ ഉണ്ടാകും. ഒരു സീറ്റ് കുറവാണ് മഞ്ജുഷ, 20-േക്കാൾ ഒരു സീറ്റ് കുറവാണ് ഇത്തവണത്തെ എക്സിറ്റ് പോളിൽ പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്നത്. LDF ആകട്ടെ 2 മുതൽ 5 വരെയാണ് LDF-ന്റെ ഈ സീറ്റ് എണ്ണം ഇത്തവണ ഈ ഫലത്തിൽ, ഈ ഫലസൂചനകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. 2 മുതൽ 5 വരെ സീറ്റുകൾ LDF-ന് കേരളത്തിൽ ലഭിച്ചേക്കാം. മാത്രം നേടിയ LDF-ന് ഇത്തവണ 2 സീറ്റ് എങ്കിലും കിട്ടുമെന്നുള്ളതാണ്. 5 സീറ്റുകൾ വരെ പരമാവധി LDF-ന് കേരളത്തിൽ നിന്ന് കിട്ടാം എന്നുള്ളതാണ്. BJP-ക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ, നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങളിലെങ്കിലും BJP ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിലുള്ള നേരത്തെയുള്ള പല അത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരും തിരുവനന്തപുരമാണ് ഏറ്റവും BJP-ക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ. LDF-ന് 2 മുതൽ 5 വരെ, UDF-ന് 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്നുള്ളതാണ്. ശ്രീ മോഹൻ വർഗീസ്, വളരെ പെട്ടെന്ന് താങ്കൾക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കേരളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ഒരു സ്ഥിതി ഇതും പ്രതീക്ഷിച്ചു തന്നെയാണ്. തമിഴ്നാടിലെ പോലെ തന്നെ കേരളത്തിൽ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ തന്നെയാണ് ഈ പ്രൊജക്ഷൻസ് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരവും തൃശ്ശൂരും ആയിരിക്കാനാണ് സാധ്യത. 3ാമതൊരു സീറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഏത് സീറ്റുമാകാം, ഒരുപക്ഷെ ആറ്റിങ്ങലാകാം, മറ്റേതെങ്കിലും സീറ്റുകളാകാം. വലിയ മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നു. LDF-ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസിന് ഒരുപക്ഷെ, UDF-ന് ഒരുപക്ഷെ 19 ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. 2019-ലെ 19 സീറ്റൊന്നും ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ 15 മുതൽ 18 എന്ന് പറഞ്ഞ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയുള്ള ഒരു നമ്പറായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ രണ്ടും താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുക? പൂർണ്ണമായിട്ട് യോജിക്കുക. ഈ രണ്ടും പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കും. 15, 18, 2, 5 കിട്ടാനുള്ള സാധ്യത ഉണ്ടോ LDF-ന്? 5 കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. 3 മുതൽ 4 വരെ 2 3 സീറ്റുകളാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് UDF-ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് 16 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ്. 16 മുതൽ 16 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ്. ശ്രീകുമാർ